അപ്പൊ ഇമ്മ പോകാൻ തന്നെ തീരുമാനിച്ചിക്കണില്ലേ? ആ ആ പിന്നെ പോണ്ടേ? 3-4 ദിവസമായില്ലേ പെണ്ണെ അവിടുന്ന് ഇട്ടെറിഞ്ഞ് പോന്നിട്ട്. പേരേന്ന് ഇമ്മ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോണത് ഇജ്ജ് കണ്ടിക്കണോ? ഇമ്മ ഞൊയ്വിന്റെ മട്ടം പോലെ ഒക്കെ വരണ്ട് ഇതേൽക്ക്. അല്ലെങ്കിലും അവിടെ നിക്കണതും ഇവിടെ നിക്കണതൊക്കെ ഒരേ തന്നെയല്ലേ? പിന്നെ അതിനത്ര ബേജാറ് ഇങ്ങക്ക്? ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം. നോക്ക്, ഇമ്മഞ്ഞ് പോകാൻ നേരത്ത് ഇമ്മാൻ ഓരോന്ന് പറഞ്ഞ് ഇടങ്ങാറാക്കല്ലേ. അതിനല്ലേ മര്യാദക്ക് അന്നെ ഞാൻ വിളിച്ചിക്കണത്. ഇജ്ജ് പോരാഞ്ഞിട്ടല്ലേ. ഇമ്മാക്കേ അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോന്ന് നിക്കാൻ കഴിയൂല. എങ്ങനെ 3-4 ദിവസം ഇങ്ങോട്ട് അന്തി ഉറങ്ങി നേരം വെളുപ്പിച്ചതാ. ഉമ്മാനെ കൊണ്ട് കഴിയൂല പോമോളെ. ഉമ്മാന്റെ കുട്ടിക്ക് അറിയണതല്ലേ. അങ്ങനെ എത്തേലും ഉമ്മാന്റെ കുട്ടിക്ക് പൊറുതിയായിട്ട് തോന്നുകയാണെങ്കിൽ ഇമ്മ വരണ്ട് കേട്ടോ. ഇമ്മാന്റെ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാട്ടിക്കോളി. ഞാനെന്നാ ഇമ്മാനോട് പറയട്ടെ. എൻ്റെ കുട്ടീൻ്റെ മുഖം കാണുമ്പോൾ പോകാനും തോന്നണില്ല. പോകാതെ നിൽക്കാൻ പറ്റുമോ? എത്രച്ചിട്ടാ അപ്പം വന്ന് നിൽക്കുക. ഇമ്മ, ഇമ്മ, എത്താ പെണ്ണേ? ഇമ്മ ഇബടേണ്. റബ്ബേ മഴട് പെയ്തിട്ടേ ആകെ വൗക്കലടിച്ചിക്കണ്. ഇങ്ങോട്ടേ ഇറങ്ങുമ്പോ കരുതിക്കൊണ്ടിട്ട രണ്ടാളും. ആ റഫീഖൊന്നും വന്നിക്കണെങ്കിൽ അതൊന്ന് വാർത്തിടേനി. അടുക്കളോറാണ് കാണാൻ വെച്ച. ആ ചെറുക്കനൊരു ഒഴിവിട്ടണ്ടേ. എത്തും മോളെ. അത് ഇമ്മ പറയണേ പോകാണ്. കൊറേ ദിവസമായില്ലേ വന്നിട്ട് ഒരുങ്ങിക്കണേ. അതാ അതിപ്പോ എത്ത ഉണ്ടായിക്കണത്? ഞാൻ കരുതിക്കണത് അത് കുറച്ച് ദിവസം എൻ്റെ ഒപ്പം ഇവിടെ ഉണ്ടാകുന്ന്. ആ അല്ല കഥ. അതിനിപ്പോ എത്ത പാടച്ചെത്ര തിരക്കാവോ? അത് തിരക്കൊന്നും ഉണ്ടായിട്ടല്ലേ. ഇങ്ങളേൽക്കന്നെയാണ് ഒരു കൂട്ടം പറഞ്ഞാല് പെരേന്ന് അങ്ങോട്ട് ഇട്ടെറിഞ്ഞു പോയാ ഒരു തൊയിരോ ഉണ്ടാകൂല. 3-4 ദിവസമായില്ലേ. പെണ്ണിൻ്റെ അടുത്ത് പോകാൻ പൂതി ഉണ്ടായിട്ടൊന്നല്ല. ഞാൻ പിന്നെ ഓളെയും കൂടി ഒരു കൂട്ടി കൊണ്ടുപോകാന്നൊക്കെ മനസ്സിലിട്ടാണ് തന്നെ പോന്നിക്കണത്. അതിന് ഓളില്ലോല്ലോ നിങ്ങളെ ഇട്ടുകാണ്ട്. പിന്നെ തവ കാട്ടിന് പോകല്ലാതെ. ഓലെ രണ്ടാളെയും 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞയക്കാം. ഇപ്പൊ ഏതായാലും ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്കേ രണ്ടാക്കും പോരാളെ കൂട്ടുണ്ടാകൂല. അതാകും. പൂമോളമ്മ സമാധാനത്തിൽ പോയിക്കോളി. ഒരു വേവലാതി മാണ്ട. ഓൽക്ക് ഒരു കുറവും ഉണ്ടാകൂല. പൊന്നു പോലല്ലേ ഞങ്ങള് നോക്കണത് അല്ലേ? ആ അത് പിന്നെ ഇച്ചറിയൂലേ വാപ്പുട്ടിൻ്റെ ഉമ്മ. ഏത് നേരം ഇഞ്ച ജീവൻ കിടക്കണത് ഓളം മേലല്ലേ. രാവും പകലും തീറ്റയും കുടിയിലും ഒക്കെ ഇഞ്ച മനസ്സ് കിടക്കണത് ഓളൊപ്പാണ്. ഓളെ ഈ സമാധാനം ചിരിച്ച മുഖം അത് കണ്ടാ മതി. ആ അതന്നെ പറഞ്ഞിക്കണത്. ഇങ്ങക്ക് ഒരു ബേജാറും വേണ്ട. സമാധാനം പൊയ്ക്കോളി. ഓക്കിപ്പോ ഒറ്റ ഇമ്മല്ലല്ലോ, 2 ഇമ്മാരല്ലേ അപ്പുറം അപ്പുറം ഉള്ളത്. ഇനി എന്തെങ്കിലും ഇടങ്ങേറുണ്ടെങ്കിൽ അപ്പട് വിളിച്ചണ്ട്. അല്ല, ഇതിപ്പോ എങ്ങോട്ടാ മാറ്റി നിക്കണത്? ആ ആ ഭാപ്പുട്ടി എന്നല്ലോ. എടാ ഇമ്മ പോകുകയാണോലോ. ആ അതിപ്പോ എന്തമ്മ ഇന്നലെ പത്തിന് അർജന്റ് പിടിച്ച് പോണേ? 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അല്ലടാ, പെര പൂട്ടിട്ടുണ്ട്, അങ്ങനെ പോരാൻ പറ്റൂല. എന്നാത്തന്നെ ഇപ്പൊ 4-5 ദിവസമായില്ലേ. ദിവസം കഴിഞ്ഞ എന്നെ അറിഞ്ഞില്ല. ഓളോട് വെച്ച് നോക്കിയാ എവിടെ ഞാൻ സ്വന്തം പെരിലും കൂടി പോയി കണ്ട് നേരം വരുന്ന പോവും, വൈകുന്നേരത്ത് ഇങ്ങോട്ട് എത്തും. അതാണ് ഇഞ്ച ശീലം. ഇനി നിക്കാൻ പറ്റൂല. പോട്ടൊട്ടിയെ പൂമോളെ,
എന്നിട്ടെത്താ ഇമ്മാനെ പറഞ്ഞേക്ക്. ആ അല്ലാതെ എത്താ കാട്ടുക, ഇമ്മാക്ക് പോകല് നിർബന്ധാന്ന്. ഇമ്മ ഞങ്ങൾ വൈകാതെ വരാട്ടോ. ആ ഇമ്മാന്റെ കുട്ടികളെ സൗകര്യം പോലെ വന്നാ മതി കേട്ടോ. കേട്ടോ കുട്ടിയെ. പിന്നെ ഇമ്മ പറഞ്ഞതൊക്കെ എല്ലാം ഓർമ്മല്ലേ? വാപ്പുട്ടിന്റെ ഉമ്മ പറയണൊക്കെ കേട്ട് അനുസരിച്ച് നിക്കണം കേട്ടോ. ഇപ്പത്തെ കുട്ടിയൊക്കെ ഇതിന് ഒരു തുമ്പും പാലും ഇല്ലേ. കാട്ടിടത്താണ് കാട്ടിയോണ്ട് ഇറക്കും. അതിനാണ് ഇമ്മ അങ്ങോട്ട് കൊണ്ടുപോകുക അറിയണത്. ഭാരമുള്ളതൊന്നും എടുത്ത് പൊന്തിച്ചരുത്. കൊമ്പിട്ട് നൂർന്നുള്ള പണി പരമാവധി ഒഴിവാക്കണം കേട്ടോ. ഡോക്ടർ അമ്മട്ടം പറഞ്ഞിക്കണേ. ഇപ്പത്തെ കുട്ടികൾക്ക് കരുതൽ കമ്മിയാണേ കേട്ടോ. നല്ലോണം കരുതിക്കൊണ്ട് ഉമ്മാരെ കുട്ടിക്കും വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു തരുന്നത്. എന്നാ ശരി കേട്ടോ കുട്ടിയെ, ഇമ്മ ഇറങ്ങട്ടെ. ആമിനമ്മായി ഇന്നാണ്ട് വരുന്നുണ്ടേ, പെണ്ണിനെ കാണാൻ നല്ല പൂതിണ്ടെന്നൊക്കെ പറഞ്ഞിക്കണേ. ഇമ്മ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്. എന്നാ ശരി കേട്ടോ കുട്ടിൻ്റെ അമ്മ, ഇറങ്ങട്ടെ. റസിയ ഇറങ്ങട്ടെടി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ അത് ശരി. അപ്പൊ ഇവിടെ ഇരിക്കാജ്. എനിക്ക് അപ്പളേ തോന്നി ഇമ്മ പോയപ്പോ ഉമ്മളെ കോലം മാറുന്ന. ഇന്നാൾക്ക് ഇമ്മാനെ പട് പോയിക്കൂടേനോ? അത് ഇമ്മക്ക് ഇന്ന് നല്ല സങ്കടമായിക്കണേ. പോയാൽ മതിന്. ഇമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് നല്ലോണം ബോധി വെച്ചിക്കണേ. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ആ ഇനിയിപ്പോ എത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇഞ്ഞും പൂമോളെ നോക്കാന് ഇമ്മക്ക് എത്ര സമയം കിടക്കണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല അല്ലേ? സത്യം പറഞ്ഞ ഇമ്മ പോയപ്പോ നല്ല സങ്കടം ഉണ്ടായി. പിന്നെ ഇമ്മ അത് കാണിക്കണ്ടെന്ന് കരുതി മുണ്ടാതെ നിന്നതാ. എന്നാലും ഒരു പാവം തള്ള ഒറ്റക്ക് ഇപ്പൊ ഇതൊക്കെ ആക്കി വെക്കണില്ലേ. ഏത് മനസ്സന്മാരെ കൊണ്ട് അതിനൊക്കെ കജ്ജ. അവനാൻ്റെ കൂട്ടക്കാരും കുടുംബക്കാരൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പം എത്താ കാര്യം. അവനാൻ്റെ കാര്യത്തിന് ആരും ഉണ്ടാകൂല. അവനാൻ്റെ മക്കളടുത്തേക്കൊന്ന് വരാനും പോകാനും തോന്നുമ്പോ അവനാനെന്നെ മാണ്ടേ, ആരെയും കിട്ടൂല. പാവുണ്ട്. ആ പാവൊന്നേ നിങ്ങളെ മരോളെ മുഖത്ത് കാണാല്ലോ. എന്നാലും ഓള് എന്തൊരു മകളാണല്ലേ. ആ തള്ള എത്ര സങ്കടമായിട്ട് അവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ടാകുക. സമ്മതിച്ചിക്കണ ഞാനോളെ. ഇത്രയും ദിവസം ഇവിടെ വന്ന് പാർത്തതും പോരാഞ്ഞ് ഓളെ ഒന്ന് കൂട്ടിക്കൊണ്ടാകാൻ നിന്നപ്പോൾ ഓള് മുഖത്തൊക്കിങ്ങാണ്ട് ഇല്ലാന്ന്. എങ്ങനെയൊക്കെ ആയാലും വളർത്തി വലുതാക്കി ഇത്രയും പേരെ എത്തിച്ചില്ലേ. പുതിയാപ്പിളേനെ കിട്ടിയപ്പോ പെറ്റ തള്ളേനെ മാണ്ടാതെ അയക്കുക. ഏത് പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ കാട്ടുക? തള്ളാര് സഹിച്ചോ? അതിൻ്റെ നെഞ്ഞ് പൊട്ടിയിട്ടുണ്ടാകും. എനിക്കെന്നെ അത് കണ്ടോണ്ടിരിക്കാൻ തോന്നിയില്ല. പാവണ്ട്. ഓളെ മനസ്സേ വല്ലാത്തൊരു മനസ്സന്നെ. പോയിട്ടുണ്ടെങ്കിലേ ഇതിന് പറ്റൂലല്ലോ. അകത്ത് കയറി വാതിലടച്ചിക്കല്ലേ. ഓൾക്കല്ലെങ്കിൽ എന്തിന്റെ സീനാണുള്ളത്, എന്തിന്റെ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അവിടെ പോയിക്കണെങ്കേ ഇതിനൊന്നും പറ്റൂലല്ലോ. അതാണ് പോകാത്തതിന്റെ സൂത്രം. അതിനിപ്പോ എത്താ റസിയ ഉണ്ടായത്? ഇവിടെ നമ്മളെല്ലാരും ഇടയിലും കജ്ജണതല്ലേടി. അവിടെ ഓൾ ഒറ്റക്ക് വളരുന്നതല്ലേ. അതിപ്പോ തള്ളാരോടൊരു സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നല്ല, അത് സ്നേഹക്കുറവുകൊണ്ടൊന്നല്ല. ഇപ്പൊ ഇവിടുന്ന് പോകാൻ പൂതി ഉണ്ടാകൂല. അതന്നെ പറഞ്ഞിക്കണത്.
പൂതി ഉണ്ടാകൂല. ഓൾക്കിപ്പേ ആരും വേണ്ട. ഓനെ കിട്ടിയപ്പോ ഓ മാത്രം മതി. അല്ലെങ്കിലും എത്തൊക്കെ വന്നാലും പെറ്റ തള്ളാരാരെങ്കിലും വേണ്ടാന്ന് വെക്കോ? പെറ്റ തള്ളാരാരെങ്കിലും തള്ളിക്കളയോ? ഓ ഇതിനെ ഓളന്നെ മിടുക്കത്തി. ഓളന്നെയാണ് മിടുക്കത്തി. സമ്മതിച്ചിക്കണ ഓളെന്നാലും. ഇനി മതി. ഞാൻ ഓരോന്ന് കെട്ടിക്കൂട്ടി പറഞ്ഞുണ്ടാക്കണ്ട. എടി ഇതിപ്പോ തുടക്കല്ലേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോ എത്ര ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞുകൂടാണ്ട് പോകാനും നിൽക്കാനും പാർക്കാനൊക്കെ ഇഷ്ടം പോലെ ഇഞ്ഞും കിടക്കാണ്. എന്തിനാ ഇപ്പൊ അത്ര ബേജാറ് കൂട്ടണത്? ഓളമ്മാക്ക് ഇനി തോന്നുമ്പോ വരാ പോകാ നിക്ക. ഓക്കും അതിനുള്ളതുണ്ട്. ഇതിപ്പൊ അതിന് ഓൽക്ക് കജ്ജിനുണ്ടാകൂല. എല്ലാവർക്കും കൊണ്ടും കജ്ജിന കാര്യമാണ് അപ്പൊ ഇത്. ഓ പിന്നെ ഇതൊന്നും ആർക്കും ഇല്ലാത്ത കേസല്ലേ. ഞാനൊക്കെ എന്തൊക്കെ വന്നാലും ഇന്റെ അമ്മാനെയും ഞങ്ങളെയും വിട്ട് എവിടേക്കും പോകൂലേ. ആരെക്കൊണ്ടും ഇതിനൊന്നും കജ്ജൂല. ഇതിനൊക്കെ കുടുംബത്തുള്ളവരോട് സ്നേഹം വേണം. സ്നേഹം അതില്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. അല്ലെങ്കിലും ഇത്രയും കാലം അതും സ്വന്തം ബാപ്പിയും കൂടി നോക്കാലാത്തോടത്ത് ആ തള്ള കഷ്ടപ്പെട്ട് നോക്കി വളർത്തി ഉണ്ടാക്കിയില്ലേ. പൊന്നും സാധനങ്ങളും കൊടുത്ത് കെട്ടിച്ച് വിട്ടില്ലേ ഓളെ. അതിനുള്ള നന്ദിങ്ങനെ കാട്ടിക്കൂടെ? എന്നിട്ട് ഇന്നലെ കണ്ടോന്റെ ഒപ്പം വന്നപ്പോ ഇന്നലെ കണ്ടോര് മതി, സ്വന്തം തള്ള വേണ്ട. ഓ അതിനെ കണ്ണീര് കുടിപ്പിച്ച് വിട്ടേനെ അനുഭവിക്കുള്ളൂ. സ്നേഹമില്ലാത്ത വർഗം. അല്ല, ആർക്കാ റസിയോടെ സ്നേഹമില്ലാത്ത? അത് ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാ. ആ അനക്കല്ലെങ്കിലേ കുറച്ച് പഴഞ്ചൊല്ലി ഇപ്പൊ അവിടെ കൂടുന്നുണ്ട്. ഇതിനകത്ത് ഞാനൊത്തും പറയാത്തതിന്റെ കാരണത്തെ അറിയണക്ക്. ഞാനല്ലെങ്കിലും ഇല്ലാത്ത വല്ലതും പറഞ്ഞിക്കണോ? എനിക്കിവിടെ കാര്യം പറഞ്ഞാല് ഒരഭിപ്രായം പറയാനുള്ള അവകാശം ഇല്ലല്ലേ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ജീവിക്കണത്? ഓരോരുത്തർ വന്നു കയറിയപ്പോ ഇന്റെ സ്ഥാനം പുറത്തയക്കണേ. അതെന്താന്നേ എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ എന്റെ സ്ഥാനം ഇവിടെ എത്താൻ എനിക്ക് ശരിക്കും മനസ്സിലായില്ലേ? ഇങ്ങനെ ഇനി ഇവിടെ പോയിണ്ടേലേ ഈ സ്ഥാനം എനിക്ക് ഇവിടെ ഉണ്ടാവൂല. ആർക്കവിടെ സ്ഥാനം? ഞാൻ വൈകാതെ കാണിച്ചു തരാം.